നമസ്കാരം. ഏത് കാര്യത്തിലും കിടമത്സരം നിറഞ്ഞു നിൽക്കുന്നൊരു സമൂഹത്തിലാണ് ഇപ്പോൾ നാം ജീവിക്കുന്നത്. ഞാൻ മാത്രം ജയിച്ചാൽ മതി, മറ്റുള്ളവർ ആരും ജയിക്കേണ്ട എന്നുള്ളൊരു വാശി കടന്നുകൂടിയിട്ടുണ്ടോ എന്നൊരു സംശയം. ഈ തരുണത്തിൽ നാം ചിന്തിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, 1976 സിയാറ്റിലിൽ നടത്തപ്പെട്ട സ്പെഷ്യൽ ഒളിമ്പിക്സ് 100 മീറ്റർ ഓട്ടത്തിൽ 9 പേർ പങ്കെടുത്ത് ഓട്ടം തുടങ്ങി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒരാൾ വീണു പോവുകയും കരയുകയും ചെയ്തപ്പോൾ ആ ഓടിക്കൊണ്ടിരുന്ന ബാക്കി 8 പേരും തിരികെ എത്തി ഈ വീണുപോയ ആളെയും കൂടി ചേർത്ത് പിടിച്ച് ഒരുമിച്ച് ഫൈനൽ ലൈനിൽ തൊട്ടു എന്ന് പറയുന്നു. അല്പം ഒരു അതിശയോക്തി ഉണ്ടാവാം. എന്നിരുന്നാലും ഈ കസേര ബുദ്ധിജീവികൾ പറയുന്നത്, ചാരുകസേര ബുദ്ധിജീവികൾ പറയുന്നത് ആ കുട്ടികൾ കാണിച്ച മണ്ടത്തരമാണ്. ഒരു മത്സരം എന്ന് പറഞ്ഞാൽ അവിടെ പോയി തൊട്ടിട്ട് തിരിച്ചു വന്ന് വീണ് കിടക്കുന്ന സഹോദരനെ സംരക്ഷിക്കട്ടെ എന്നാണ് മറ്റുള്ളവർ പറയാറുള്ള സാധ്യതയുള്ളത്. അവർ മണ്ടൂസുകളായതുകൊണ്ടല്ലേ അങ്ങനെ തിരിച്ചു വന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിലൊന്ന് ആലോചിച്ച് നോക്കി, ഒരാളെങ്കിലും തിരിച്ചു വന്ന് ഈ കുട്ടിയെ ഉണ്ടെങ്കിൽ ആ കുട്ടികളുടെ അനുകമ്പയും സ്നേഹാർദ്രതയും പരസ്പര വിശ്വാസവും ഒക്കെ നാം കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. ഐറിഷ് ഉപന്യാസകാരി അന്ന ജെയിംസൺ പറഞ്ഞത്, ഒരു ബുദ്ധിമാൻ മത്സരിക്കേണ്ടത് അവനവനോട് തന്നെയാണെന്നാണ്, അല്ലാതെ മറ്റുള്ളവരോടല്ല മത്സരിക്കേണ്ടത്. ഐറിഷ് ഉപന്യാസകാരി അന്ന ജെയിംസൺ ജനിച്ചത് 1794 1794 ജനിച്ച് 1860 മരിച്ചു പോകുന്നത്. അതുപോലെ മൈക്കിൾ ജാക്സൺ 9 പേരുള്ള കുടുംബത്തിലെ മൂത്തയാളാണ് മൈക്കിൾ ജാക്സൺ. മൈക്കിൾ ജാക്സന്റെ ഏറ്റവും ഇളയ സഹോദരിയാണ് ജാനറ്റ് ജാക്സൺ. ജാനറ്റ് ജാക്സൺ പറയുന്നത്, മത്സരങ്ങൾ ഉണ്ടാവണം, അത് സൗഹൃദപരമായിട്ടുള്ള മത്സരമായിരിക്കണം. എതിരെ നിൽക്കുന്നയാൾ ശത്രുവാണെന്നുള്ള മനസ്സിലൂടെ അല്ല വേണ്ടത്. പരസ്പരം സംസാരിക്കുകയും മത്സരത്തിന് ശേഷവും അവനവൻ്റെ തെറ്റുകളെപ്പറ്റി പരസ്പരം ഒന്ന് വിശകലനം ചെയ്യുകയും ചെയ്യാൻ ഏറ്റവും നല്ലത് കൂടെയുള്ള മത്സരാർത്ഥി തന്നെയാണ് എന്ന് പറഞ്ഞയാളാണ് ജാനറ്റ് ജാക്സൺ. അതുപോലെ ഹെൻറി ഫോർഡ്, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലെ തലതൊട്ടപ്പൻ ഹെൻറി ഫോർഡ്, 1863 ജനിച്ച് 1947 മരിച്ചുപോയ ഹെൻറി ഫോർഡ് പറഞ്ഞതോ, സ്വന്തം ബിസിനസ്സിനെ മാത്രം മെച്ചപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഒരു മത്സരത്തിലും ഇടപെടാതെ പോകുന്ന ഒരു വ്യവസായിയെ അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരനെയാണ് യഥാർത്ഥത്തിൽ ഭയപ്പെടേണ്ടതെന്നാണ്. കാരണം അയാളെപ്പറ്റി മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. മറ്റുള്ളവർ ജയിക്കുകയോ ജയിക്കാതിരിക്കുകയോ അതൊക്കെ അവരുടെ പ്രശ്നം മാത്രമാണ്. എന്ത് ചിന്തിക്കുന്നത്? ഒരു പരിധി വരെ പറഞ്ഞാൽ മറ്റുള്ളവരും ജയിക്കട്ടെ എന്ന് ചിന്തിക്കുന്നതല്ലേ നല്ലത്.